World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. കൊല്ലം ജില്ലയിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണതരംഗ സാധ്യതയൊക്കെ ഉള്ളതിനാൽ വലിയ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായി. ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ജില്ലാ കളക്ടർ ദേവിദാസ് IAS റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. ഒരു അസാധാരണ സാഹചര്യം ജില്ലയിൽ ഇപ്പോൾ നിലവിലുണ്ട്. ജില്ലയിൽ മാത്രമല്ല, പൊതുവെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ട്. അതിൽ ഇന്നലെയും ഇന്നുമായിട്ട് ഓറഞ്ച് അലർട്ടാണ് 3 ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ സാങ്കേതിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ജാഗ്രത എങ്ങനെ പാലിക്കണം? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു അടിയന്തര യോഗം ചേർന്നിട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സാധാരണ നിലയിൽ നാം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സെൽഫ് ലോക്ക്ഡൗൺ ആകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുതന്നെയാണ് 11 മണി മുതൽ 3 മണി വരെ ഏതാണ്ട് 10 മണിയോട് അടുപ്പിച്ച് ഉഷ്ണതരംഗത്തിൻ്റെ വലിയ ഒരു ആധിക്യം നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നുണ്ട്. അപ്പം കഠിനമായ തൊഴിലിൽ ഏർപ്പെടുന്നവർ, മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുന്നവർ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ജോലികളിലെല്ലാം ഏർപ്പെടുന്നവർ വളരെ കരുതലോട് കൂടിയിട്ട് വേണം ഈ സമയങ്ങളിൽ അവരുടെ ജോലികളിൽ ഏർപ്പെടാൻ. മാത്രമല്ല 10 മണിയോട് അടുപ്പിച്ച് ഈ രീതിയിൽ വല്ലാത്ത ഒരു ചൂടിൻ്റെ ആധിക്യം വരുന്നതും അത് പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കാണ് കുറയുന്നത്. അപ്പോൾ ഈ സമയപരിധിയിൽ ജോലികളിലും അതുപോലെ തന്നെ മറ്റ് പുറത്ത് ഇറങ്ങുന്നതും വളരെ ജാഗ്രതയോടും കരുതലോടും കൂടിയിട്ട് വേണം. മാത്രമല്ല, കഴിഞ്ഞ 1-2 ജില്ലകളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിർജ്ജലീകരണം നമ്മളറിയാതെ തന്നെ നമുക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ വല്ല കഠിന രോഗങ്ങളുള്ളവർ, പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം തുടങ്ങിയ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഒക്കെയുള്ള രോഗികൾ അവർ പുറത്തിറങ്ങുമ്പോഴും ആവശ്യമായിട്ടുള്ള മരുന്നുകളും എല്ലാം കരുതിക്കൊണ്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ പൊതുവിൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാലയങ്ങൾ, ക്യാമ്പസുകൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത് ജല ദൗർലഭ്യമാണ്. അപ്പോൾ അത് പിന്നെ ധാരാളം കുട്ടികൾ ഹോസ്റ്റലുകൾ തങ്ങിയിട്ടാണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതും അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ അവധി കൊടുക്കുന്നത് മാത്രമല്ല, ഇന്ന് അവധി കൊടുത്തു കഴിഞ്ഞാൽ ഇനി 2 ദിവസം അവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോയിട്ട് അപ്പോഴത്തേക്കും അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് വേനൽ മഴ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എത്തുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി കാലാവസ്ഥാ വകുപ്പും നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. തൊഴിൽ വകുപ്പിനൊക്കെ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും ഈ തുറന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ തൊഴിലാളികൾ പണിയെടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പൊതുവിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ അതിഥി തൊഴിലാളികളാണ് ഈ മേഖലകളിൽ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെയും തമിഴ്നാട്ടിലേക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ തൊഴിലാളികളെല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും മറ്റ് തരത്തിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ജോലികളിൽ ഏർപ്പെടുന്നവർ ഈ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള ആ സമയപരിധിയിൽ ജോലികളിൽ, കഠിനമായ ജോലികളിൽ ഏർപ്പെടാതിരിക്കുക തന്നെയാണ് നല്ലത്. ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്, അല്ലേ? അതെ, തീർച്ചയായും. പിന്നെ മാത്രമല്ല, ഈ സമയങ്ങളിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മറ്റ് തരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം കേൾക്കുന്നതാണ് പാമ്പ് കടിയേറ്റിട്ടുള്ള മരണം. അപ്പോൾ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇഴജന്തുക്കളും പാമ്പുകളും എല്ലാം അവയുടെ മാളങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അതും ഒരുപക്ഷെ വലിയ തോതിലുള്ള അപകടത്തിന് കാരണമായേക്കാം. മാത്രമല്ല, വനപ്രദേശങ്ങളിൽ, ഉൾവനങ്ങളിലെല്ലാം ജലദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളും കാട്ടിന് പുറത്തിറങ്ങാനും ജനവാസ പ്രദേശങ്ങളിൽ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ കരുതലും ജാഗ്രതയും കൂടി ജനങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ചൂട് പൊതുവിൽ കൂടി വരികയാണ്. വലിയ ജാഗ്രത പുലർത്തണം. ചൂട് മാത്രമല്ല, അതിനൊപ്പം തന്നെ പാമ്പും വന്യജീവി ആക്രമണമൊക്കെ സാധ്യതയുണ്ടെന്നാണ് കളക്ടർ എന്തായാലും വ്യക്തമാക്കുന്നത്. അങ്ങനെ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകാം. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ കൊല്ലം.